ഈ 19-ാം സങ്കീർത്തനങ്ങളും നമ്മളിവിടെ സങ്കീർത്തനങ്ങൾ മാത്രമേ പാടുന്നു എന്നതിൻ്റെ ഒരു രഹസ്യം ഇതാണ്. പറഞ്ഞ പോലെ ഞാനും കുറേ പാട്ടൊക്കെ പണ്ട് എഴുതിയിട്ടുള്ളതാണ് അല്ലേ. ആത്മാവ് പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിച്ചിരണേ, വിശുദ്ധി വിശുദ്ധി, കുരിശിൽ നിന്ന് ആ സ്വരം കേട്ടു. ഇപ്പോഴും അതൊക്കെ പാടും. എന്തോ അങ്ങനെ ഞാൻ വീണ്ടും ഗാനം എഴുതാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ, നമ്മൾ എഴുതണമെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, കർത്താവ് പറയണത് ഇങ്ങനെ എഴുതി വെക്കണം. അതിനകത്ത് വലിയ കവിതയൊന്നുമില്ല, വചനമാണ്. ചിലവർ അതും പറയാറുണ്ട്, ഇതെന്തെന്ന് പാട്ട്, ഇത് വെറും വചനം പിറക്കി എഴുതി വെച്ചിരിക്കുന്നു. എന്തോ ആവട്ടെ, ഈശോ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇനി നീ പാട്ട് എഴുതണ്ട, ഇനി നീ പാട്ട് എഴുതണ്ട. പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോൾ ഒരു പ്രയാസം തോന്നി. പക്ഷേ എന്നാലും ഈശോ പറയുന്നത് എപ്പോഴും നല്ലതല്ലേ, നല്ലത് മാത്രമേ പറയുള്ളൂ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. അപ്പോൾ ഞാനതങ്ങ് സ്വീകരിച്ചു. ഞാൻ ഉടനെ എഴുത്ത് നിർത്തി. അപ്പോൾ എന്തോ ഇനിയും പറയാനുള്ള മാതിരി ഈശോ വീണ്ടും പറയാണ്, ഞാൻ കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, അതെന്താ നിങ്ങൾ പാടാത്തത്? ഉടനെ എനിക്ക് മനസ്സിലായി. പറയാണ്, ഞാനൊരു 150 പാട്ട് എഴുതിയിട്ടുണ്ട്, അതാരും പാടണില്ല. ഭയങ്കര ഒരു പ്രയാസം. ഞാൻ പറഞ്ഞു, അയ്യോ സുല്ല്, ഞാനിനി വേറെ ഒരു പാട്ടും എഴുതണില്ല. അങ്ങനെ ഈ സങ്കീർത്തനങ്ങൾ ട്യൂൺ ചെയ്ത് അത് ശുശ്രൂഷയ്ക്ക് പാടാനും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് അതുപയോഗിക്കാനുമെല്ലാം ഈശോ ഇങ്ങനെ പറയാണ്. അപ്പോൾ സങ്കീർത്തനം ഞാൻ ചില മ്യൂസീഷ്യൻസിനോടെല്ലാം ചോദിച്ചു, ഇതെന്ന് ട്യൂൺ ചെയ്യേ. അപ്പോൾ അവർ പറഞ്ഞു, അതങ്ങനെ തന്നെ, ഇത് വെറും ഗദ്യം പോലെയല്ലേ, ഇതെങ്ങനെ തന്നെ ട്യൂൺ ചെയ്യാൻ പറ്റുമോ, അതിൽ കുറച്ചൊക്കെ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല, അതുപോലെ തന്നെ ട്യൂൺ ചെയ്യണം. അങ്ങനെ പലരുടെ അടുത്തും പോയിട്ട് നടന്നില്ല. അവസാനം ഇതൊന്നും അറിയാത്ത ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന്, പരിശുദ്ധാത്മാവേ ഞങ്ങൾക്കറിഞ്ഞുകൂടാ. എന്താണ് നമ്മുടെ പ്രാർത്ഥന? പരിശുദ്ധാത്മാവേ ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് ഭാഷാപരത്തിലേക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഓരോ ട്യൂണുകളിങ്ങനെ, ഈ ഭാഷാപരം എന്ന് തന്നെ ഉള്ളത് അതൊരു ഗാനമായിട്ടും ഭാഷാപരമുണ്ട്. അതാണ് ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുക, ഭാഷാപരത്തിൽ പാടുക. കണ്ടോ, ഇത് ഭാഷാപരത്തിലൊരു ഗാനമാണ്. പക്ഷെ ഇത് ഒരു പ്രാവശ്യം പാടാൻ പറ്റുള്ളൂ, അടുത്ത പ്രാവശ്യം പാടാൻ പറ്റില്ല. അത് കാരണം അതുകൊണ്ട് അതാണ് സംഗീതത്തിൽ തന്നെ പറയുമ്പോൾ, നീ എനിക്കൊരു പുതിയ ഗാനം ആലപിക്കാമോ? എന്താ പുതിയ ഗാനം എന്ന് പറഞ്ഞാൽ, ഭാഷാപരത്തിൽ പാടുന്നത് ഒരു പുതിയ ഗാനമാണ്. ഒരു പ്രാവശ്യം ആലപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പുതിയ പോയില്ലേ, പിന്നെ അത് പോയി. ഇനി രണ്ടാമത് പാടുമ്പോൾ കണ്ടോ, പുതിയതായിട്ട് തോന്നണില്ലേ? അങ്ങനെ ഓരോ പ്രാവശ്യവും നമുക്കിങ്ങനെ പുതിയ പുതിയ ട്യൂൺ തരാം പരിശുദ്ധാത്മാവിന്. അങ്ങനെയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. നമ്മുടെ ടീമും വേറെ ചില പ്രസിദ്ധരായിട്ടുള്ള, പ്രത്യേകിച്ചൊരു സിനിമാ സംവിധായകനും സിനിമ പ്രൊഡ്യൂസറും ഒക്കെ ആയിരിക്കുന്ന നവോദയ ജിജോ, മടിയർ കുറ്റിച്ചാത്തനും ഇതൊക്കെ ഉണ്ടാക്കിയ അദ്ദേഹം ഇതിനോട് സഹകരിച്ച് പ്രവർത്തിച്ചു. പിന്നെ ഷാജി, പിന്നെ നമ്മുടെ കൂടെ പാട്ട് പാടുന്ന 2 പെൺകുട്ടികളുണ്ട്, അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അവരൊക്കെ ഇപ്പോൾ അമ്മമാരായി, കുഞ്ഞുങ്ങളൊക്കെ ആയി. അങ്ങനെ ഞങ്ങളൊക്കെ തന്നെ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് തന്ന പാട്ടുകളാണ്. അപ്പോൾ ഇതിൽ നിന്നും പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എന്താ മനസ്സിലാകുന്നത്, ഈ സങ്കീർത്തനങ്ങളെല്ലാത്തിലും ഉള്ള പ്രധാന കഥാപാത്രം ഈശോ തന്നെയാണ്. ഇതെല്ലാം 150 സങ്കീർത്തനവും കർത്താവായ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്, പ്രവചിച്ചിരിക്കുന്നത്. അതായത് ഈശോയുടെ വരവിന് 1000-ലധികം വർഷം മുൻപ്, അധികവും
ദാവീദിലൂടെ അത് ദാവീദിനെ ആ അനുഭവത്തിലേക്ക് അങ്ങ് കൊണ്ടുചെന്നിട്ട് ആ ഹൃദയം പൊട്ടി പാടുകയാണ്. പരിശുദ്ധാത്മാവ് യേശുവിലൂടെ സംഭവിക്കാനിരിക്കുന്ന ആ രക്ഷാകര സംഭവങ്ങളെ ഒരു പ്രീലൂഡ്, ഒരു ആൻറ്റിസിപ്പേറ്ററി അനുഭവമായി ദാവീദിന് കൊടുത്തിട്ടും അന്നത്തെ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിട്ട് അവരുടെ ഹൃദയത്തിൽ നിന്നത് വരികയും അത് പിന്നീട് 1000-ലധികം വർഷം ഈ ഇസ്രായേൽ ജനം മുഴുവനും അത് പാടിക്കൊണ്ടിരിക്കുകയും കർത്താവ് ഈശോ മിശിഹ തൻ്റെ ജീവിതത്തിൽ മിക്കവാറും എല്ലാ ദിവസവും, പലരും പറയുന്നത് ഈശോ മാതാവ് ഔസേപ്പിതാവും അന്നത്തെ ഇസ്രായേലിലെ വളരെ അനുഗ്രഹീതരായവർ 150 സങ്കീർത്തനവും എല്ലാ ദിവസവും പാടുമായിരുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇന്നും അങ്ങനത്തെ കൊവേന്തകളുണ്ട്. അവരുടെ അപ്പോസ്റ്റലേറ്റ് സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയും ആ രക്ഷാകര രഹസ്യങ്ങൾ മുഴുവനും ഈ കർത്താവിനോടൊപ്പം പാടുന്ന പോലെയാണ്. ഈശോയാണ് അതിലെ മുഖ്യ കഥാപാത്രം. ഈശോ നൽകാനിരിക്കുന്ന പുതിയ ദൈവരാജ്യത്തെക്കുറിച്ചാണത് മുഴുവനും. ഈശോ തന്നെ അത് പാടിയിട്ടുള്ളതാണ്, പാടുകയും ഈശോ തന്നെ അത് ജീവിച്ചിട്ടുള്ളതാണ്. അത് 150 പാടുന്ന കൊവേന്തകളുണ്ട്. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓർഗനും എല്ലാം വെച്ച് ഇത് പാടുന്നു. അതിനൊരു ചാൻറ്റ്, ഗ്രിഗോറിയൻ ചാൻറ്റിലൊക്കെ. ആക്ച്വലി ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി ഉള്ളത്, ഈ കൊന്ത 150 മണി കൊന്ത ഉണ്ടാകാനുള്ള ഒരു കാരണം, ഇങ്ങനെ 150 സങ്കീർത്തനം പാടിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന ആത്മായർക്ക് ഇതൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ അവർക്ക് ആ നേരത്ത് 150 മണി ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്നുള്ള ഒരാശയം അങ്ങനെ വരുന്നുണ്ട്. എനിവേ, അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ 2-3 ചാനലുകളാണ് നമ്മളിൽ പോകാൻ പോകുന്നത്. ഒന്ന് ജ്ഞാനത്തിൻ്റെ ഒരു ചാനലിൻ്റെ ഒരു തുടക്കമിട്ടു. അതിൻ്റെ തന്നെ ഒരു ആവിഷ്കാരമാണ് ഈ സങ്കീർത്തനങ്ങൾ. വാസ്തവത്തിൽ നമ്മുടെ ബൈബിളിലെ ജ്ഞാന പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സ് എന്ന് പറയുന്നതിൽ ജ്ഞാനം, സങ്കീർത്തനങ്ങൾ, ജോബ്, സുഭാഷിതങ്ങൾ, പ്രഭാഷണങ്ങൾ, ഇതെല്ലാം വിസ്ഡം ബുക്സ് എന്ന് പറയും. ദൈവത്തിൻ്റെ വലിയ ജ്ഞാനമാണ് ഈ സങ്കീർത്തനങ്ങളിലെല്ലാം ഒരു വശത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറുവശത്ത് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ആ മണവാളനെ കാണണം. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ കണ്ടോ, കർത്താവ് നമ്മുടെ മണവാളനും. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ് ഞാൻ മണവാട്ടിയാണ്, യാതൊരു സംശയമില്ല, ഞാനും മണവാട്ടിയാണ്. അപ്പം നമുക്കൊരാശയക്കുഴപ്പം, എന്താ അപ്പം നമ്മൾ ആണുങ്ങൾ മണവാട്ടിയാവണം എങ്ങനെയെന്ന്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ദൈവം മണവാളനും ദൈവം സൃഷ്ടിച്ച സകല ആത്മാക്കളും. അപ്പോൾ നമ്മുടെ ആത്മാവ് ഫീമെയിലാണ്, ആണായാലും പെണ്ണായാലും. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ചിലവർക്ക് വേറെ ഒന്നിലും ഇടപെടാണ്ട് ഈശോയുടെ മണവാട്ടിയായിട്ട് മാത്രം ഇരിക്കാനുള്ള ഒരു വിളി ആണത്. പക്ഷേ അവർ ആ വിളിയിലാണെങ്കിലും വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എത്രത്തോളം മണവാളന് സമയമുണ്ടെന്നുള്ളത് വേറെ കാര്യം. അതൊക്കെയാണ് ഇനി നവീകരിക്കപ്പെടാനുള്ളത്. നമ്മൾ അഡ്വർടൈസ്മെൻ്റൊക്കെ കണ്ടേക്കണത് എന്താ, കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ കുഞ്ഞനുജത്തിമാരെ ക്ഷണിക്കുന്നു. കുഞ്ഞനുജത്തിമാർ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ പാടത്ത് പണി, അല്ലെങ്കിൽ തോട്ടത്തിൽ പണി, അല്ലെങ്കിൽ അവിടെ അടിച്ചു. എനിവേ, നമ്മൾ വീണ്ടും പരിസയനയച്ചു. അപ്പോൾ ഇന്ന് വാസ്തവത്തിൽ ഇത് വലിയൊരു വേദനയാണ് ഈശോയെ. ഈശോ തനിക്ക് വേണ്ടി സൃഷ്ടിച്ച
തൻ്റെ വാത്സല്യ ഭാചനങ്ങൾ ഒന്നും കണ്ണിന് കാണാൻ കിട്ടില്ല. ഒരു 10 മിനിറ്റെങ്കിലും എൻ്റെ ഭാര്യയുടെ വലിയ ആഗ്രഹം ഇതാണ്. എന്താ? എൻ്റെ കൂടെ ഇച്ചിരി നേരം ഒന്ന് ഇരിക്കുക. എന്തു പറയുന്നു? നിങ്ങൾക്കൊക്കെ എന്താ ആഗ്രഹം? നിങ്ങളുടെ ഭർത്താവിൽ നിങ്ങൾക്ക് എന്ത് വേണം? 1,00,000 രൂപ വേണോ? വസ്തു വേണോ? എന്ത് വേണം? എൻ്റെ കൂടെ ഒന്ന് ഇരിക്കും. ഭർത്താക്കന്മാരോ? നമുക്ക് അങ്ങനെയൊന്നും വലിയ ആഗ്രഹമൊന്നും. അപ്പം മണവാട്ടിയുടെ ആഗ്രഹവും മണവാളൻ്റെ ആഗ്രഹവും പ്രധാനമായിട്ട് കുറച്ച് നേരം ഒന്നിച്ചിരിക്കും. അതാണ് വാസ്തവത്തിൽ ഈ ധ്യാനത്തിലെല്ലാം നമ്മൾ അവസാനം ചെന്ന് എത്താൻ പോകുന്നത്. അത്രേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ അതിലേക്ക് ചെന്ന് എത്തണമെങ്കിൽ തന്നെ ഓക്കെ. അപ്പോൾ ഈ സങ്കീർത്തനങ്ങളുടെ ഉള്ള ഓരോ സങ്കീർത്തനവും നമ്മൾ ആദ്യം ഒന്ന് വായിക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ട്യൂൺ കൊടുക്കുക. അത് ഗാനമായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് എഴുതിയപ്പോൾ തന്നെ ഒരു ട്യൂൺ തീർച്ചയായിട്ടും ഉണ്ടാവും. അതാണ് എൻ്റെ ഒരു ചിന്ത. അതെങ്ങനെ നമുക്ക് ആ ട്യൂൺ കിട്ടും? പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് നമ്മൾക്ക് പറ്റിയ രീതിയിൽ, നമ്മുടെ ഭാഷയിൽ, നമ്മുടെ കൾച്ചറിനൊക്കെ പറ്റിയ രീതിയിൽ അതിന് ട്യൂൺ തരും. ഇനി രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഒരുപാട് കവിതാത്മകതയുണ്ട്. കവിതാത്മകത അതാണ് ഈ ആത്മീയതയുടെ വേറൊരു വശം. ആത്മീയമായ വലിയ കാര്യങ്ങളിലെല്ലാം ഒരു കവിതാത്മകതയുണ്ട്. അതിനൊരു കവിത, ഇപ്പോൾ ഇപ്പോൾ ജോൺ ഓഫ് ദ ക്രോസ് ഇത്രയും വലിയ പണ്ഡിതനായ, ജീനിയസായ, വിശുദ്ധനായ അദ്ദേഹം ഒരു വലിയ കവിയും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതി, ഏറ്റവും വലിയ കവിതയാണ്, എ സ്പിരിച്വൽ കാൻറ്റിക്കിൾ. അപ്പോൾ അതുപോലെ തന്നെയാണ് ബൈബിളിലെ ഉത്തമ ഗീതം, ഇറ്റ് ഈസ് എ കാൻറ്റിക്കിൾ. അപ്പോൾ അതാണ് അതിൽ എന്തായാലും ഒരു റൊമാൻറ്റിക്, ഒരു പ്രേമമുണ്ട്. നമ്മൾക്കും പ്രേമം വന്നാൽ എന്ത് സംഭവിക്കും? പ്രേമം വന്നാൽ കവിത വരും. പ്രേമം വന്നാൽ അതൊരു ഗീതമായിട്ട് വരുമ്പോഴാണ് ശരിക്കും പ്രേമമാവുള്ളൂ. അതുകൊണ്ട് പ്രേമിച്ച് പരിചയമില്ലാത്തവർ ഇപ്പോൾ അതിനൊരു നല്ലൊരു അവസരമാണ്. ആരെ പ്രേമിക്കണം? ഈശോയെ പ്രേമിക്കാം. പ്രേമിക്കാൻ തുടങ്ങിയാൽ പിന്നെ കവിത വരും, പിന്നെ ഗാനമായിട്ട് വരുള്ളൂ. അപ്പോൾ പ്രാർത്ഥനയുടെ വേറൊരു വലിയ ഫിലോസഫിയാണത്. അതുകൊണ്ടാണ് വലിയ വിശുദ്ധന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത്, പാടുന്നവൻ 2 പ്രാവശ്യം പ്രേമിക്കുന്നു അല്ല, 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതാണ് ഒരു വശം. മറ്റൊരു വശം, ഈ കവിതയായതുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ പിന്നിൽ വലിയ ഒരു ആശയപ്രപഞ്ചമുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ചാൽ മനസ്സിലാവില്ല. അതിൽ വലിയ ആന്തരികമായ ആത്മീയ ആശയമുണ്ട്. അതിനെ നമ്മൾക്ക് പരിശുദ്ധാത്മാവിലൂടെ മനസ്സിലാക്കണം. ഓക്കെ, ഇനി എന്താണ്? ഇനി നമ്മൾ ഈശോയെക്കുറിച്ച് പറഞ്ഞത് മാത്രമല്ല, രക്ഷാകര രഹസ്യങ്ങൾ ഇതിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെക്കുറിച്ച് പ്രവാചക ഗ്രന്ഥങ്ങളിലും മോശയുടെ പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകണ്ടേ. വാസ്തവത്തിൽ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഈ സങ്കീർത്തനങ്ങൾ ഞാൻ പഠിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്രയും ഈശോയെക്കുറിച്ചുള്ള അറിവിൽ വളരാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ദാറ്റ് ഈസ് ഷുവർ. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും നേരിടാനുള്ള ഒരു താളം ഈ സങ്കീർത്തനത്തിലുണ്ട്. അതായത് ഈ സങ്കീർത്തനങ്ങൾ നമ്മൾ കുറേ പഠിച്ചു കഴിഞ്ഞാൽ ആ സങ്കീർത്തനങ്ങളെല്ലാം തന്നെ യേശുവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും അതോടൊപ്പം അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് അത് പാടാൻ സാധിക്കും.
ഉദാഹരണത്തിന് എനിക്ക് എപ്പോഴും ഇടയ്ക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ഉള്ളിൽ നിന്ന് ആരോ പാടുന്ന മാതിരി തോന്നും. ഉള്ളിൽ നിന്ന് ആരോ ഇങ്ങനെ പാടുന്ന മാതിരി തോന്നും. ആരാണത്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ സങ്കീർത്തനങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും ആ ജീവിതം ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് ഇസ്രായേൽ ജനങ്ങളിൽ അനുഭവമായതും പ്രത്യേകിച്ച് ദാവീദിന് അനുഭവമായതും, എന്നാൽ അത് നമ്മുടെ ജീവിതത്തിലെ അനുഭവമാണ്. ഉദാഹരണത്തിന് എനിക്ക് വളരെ ഒരു പ്രയാസമുള്ള അവസ്ഥ വന്നു. ആ പ്രയാസത്തെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പാടുകയാണ്. അതൊരു മെലഡി ആയിട്ട് ഇങ്ങനെ വരികയാണ്. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. കണ്ടോ? സങ്കീർത്തനം 55:22 നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. അതങ്ങ് വന്നു കഴിയുന്നതോടുകൂടി ഭയങ്കര ഒരു ആശ്വാസം. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആ പ്രയാസങ്ങൾ സിങ്കായി. ആരുമായിട്ട് സിങ്കായി? യേശുവിൻ്റെ ജീവിതവുമായിട്ട് ഈ സങ്കീർത്തനത്തിലൂടെ അങ്ങ് കണക്റ്റായി. അത് ശരിക്കും അനുഭവമാണെങ്കിൽ ഭയങ്കര ഒരു പ്രശ്നം വരുത്തട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അത് വന്നു കഴിയുമ്പോഴേ അത് ഇതേമാതിരി ഓർക്കണം. അപ്പോൾ കേട്ടോ, അപ്പോൾ ധ്യാനം കഴിഞ്ഞാൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളങ്ങ് വരട്ടെ. എന്നിട്ട് അപ്പോൾ ഉടനെ ഈ മെലോഡി വരണം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഒന്നുകൂടി. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. വേറൊരു സങ്കീർത്തനം, ഇത് എൻ്റെ ലൈഫുമായിട്ട് ഞാൻ കണക്റ്റഡ് ആയിട്ടുള്ളത് പറയാം. ഒരു വലിയ പ്രശ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതിനെ ഞാൻ അതിജീവിച്ചേ തീരും. ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. എങ്ങനെ ഞാൻ അതിനെ അതിജീവിക്കുമെന്ന് അങ്ങനെ അല്പം വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു മെലഡി. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. 61 അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്തഘോരപുരം. അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്തഘോരം. ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. സകല പ്രശ്നവും മഞ്ഞുപോലെ അങ്ങ് പോയി ഞാനങ്ങ് വേഗം നടക്കാൻ തുടങ്ങി. ആ പ്രശ്നത്തിൻ്റെ നടുക്കിലേക്ക് അങ്ങ് ചെന്നാൽ മതി. ആ പ്രശ്നത്തിൻ്റെ എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി
നിർത്തണമേ. കേട്ടോ, ആര് നിർത്തും? കർത്താവ്. അപ്പം ഇതെല്ലാം രക്ഷാകര സംഭവത്തിൻ്റെ ആരാണ് ഈ പാറ? കർത്താവാണ്. അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം. ആരാണത്? കർത്താവ് വിശ്വസിച്ച. ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ ഈ 19-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. ഇപ്പം ഇവിടെ സീറോ മലബാറുകാർ എത്ര പേരുണ്ട്? സീറോ മലബാർ. ഓക്കെ, അപ്പോൾ സീറോ മലബാർ കുർബാനയിൽ മലങ്കരക്കാരായാലും സീറോ മലബാർ കുർബാന ഇടയ്ക്കൊക്കെ കൂടാറുണ്ടല്ലോ, ഇല്ലേ? സമയം ഇല്ലാത്തതാകുമ്പോൾ നമ്മൾ സീറോ മലബാറും വേണ്ടി വന്നാൽ ലത്തീൻ കുർബാനയും കൂടും അല്ലേ? നോക്കും ഏത് പള്ളിയിൽ പോകണം, തീരുമാനിക്കും. എന്ത് ബേസിലാണ് തീരുമാനിക്കണത്? അരമണിക്കൂറുള്ളൂ. അപ്പം എന്തു ചെയ്യും? അരമണിക്കൂറുള്ളെങ്കിൽ ലത്തീൻ കുർബാന. അദ്ദേഹം ലത്തീനാണ്, അതുകൊണ്ട് പറയണം. ഒരു മണിക്കൂറുണ്ട്. അപ്പം എന്തു ചെയ്യും? 1 മണിക്കൂറുണ്ടെങ്കിൽ മലങ്കരയ്ക്ക് തന്നെ പോകുമല്ലേ? 1 മണിക്കൂർ ഇല്ലെങ്കിൽ സീറോ മലബാറിൽ പോകും. 1.25 മണിക്കൂറുണ്ടെങ്കിൽ മലങ്കര കുർബാനിക്കണം. എൻ്റെ ഒരു കണക്ക് മലങ്കര കുർബാന ഒരു 1.25 മണിക്കൂർ വേണ്ടി വരും, അല്ലേ? 1.25 മണിക്കൂർ. അപ്പം ഇങ്ങനെയുള്ള പ്രഷറിലുള്ള ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണ കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തിലും കൂടാവുന്ന മാതിരിയുള്ള സംവിധാനം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 3 രീതിയിൽ. മിനിയാന്ന് വരെ പാലായിൽ ധ്യാനം കഴിഞ്ഞ് മിനിയാന്ന് രാത്രി വന്നു. എനിക്ക് ദൈവം തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹം. ഞാൻ താമസിക്കുന്നത് എറണാകുളത്ത് POC, അതായത് KCBCയുടെ പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻ്ററിന് നേരെ മുമ്പിലാണ്. എനിക്ക് രാവിലെ ഒരു ചാട്ടം അങ്ങ് ചാടിയാൽ മതി, അവിടെ ചാപ്പലിൽ കുർബാന 6:30. അപ്പോൾ ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തേക്ക് വരണം ഈ ധ്യാനത്തിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഉള്ളിൽ കണ്ടുകൊണ്ട് കുർബാനയ്ക്ക് ചെന്നപ്പോൾ എന്താ POC ഡയറക്ടർ വർഗീസ് അച്ഛൻ മലങ്കര കുർബാന. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്നെ ഈ മലങ്കര സമുദ്രത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ഒരുക്കിയ പോലെ ആ കുർബാന ഞാനങ്ങ് അനുഭവിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാനിങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോകാണ്, അച്ഛൻ എനിക്കൊരു ആശീർവാദമൊക്കെ തന്നു. എന്നെ വളരെ എന്നെ പണ്ടേ മുതലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ 3 റീത്തും കുർബാന കൂടാനുള്ള എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ളതാണ് ഈ വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാ മതി. അതിൻ്റെ അർത്ഥം ഞാൻ പലപ്പോഴും ഇത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന, ജ്ഞാനം നൽകണേ എന്ന് പറഞ്ഞാൽ വെളിവ് നൽകണേ. അപ്പോൾ ഈ സങ്കീർത്തനത്തിലെല്ലാം അപ്പോൾ പറഞ്ഞു വന്നത്, ഈ സങ്കീർത്തനം വേറൊരു ട്യൂണിൽ സീറോ മലബാർ കുർബാനയിൽ വചനം വായിക്കുന്നതിന് മുമ്പ് പാടുന്നുണ്ട്. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു, നിരാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ. തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ഓക്കെ, ചോദ്യം ഇതാണ്, എന്തിനാണ് ഈ വചനം വായിക്കുന്നതിന് മുമ്പ് ഈ സങ്കീർത്തനം പാടുന്നത്? ഇതൊക്കെ ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ഐഡിയകളാണ്. നമ്മളിങ്ങനെ പാടണു, നമ്മൾ ചേർന്ന് പാടണു. എന്തുകൊണ്ടാണ് വചനം പാരായണത്തിന് മുൻപ് ഈ സങ്കീർത്തനം പാടുന്നത്? അധികം സമയമില്ല ഉത്തരങ്ങൾ തരാൻ, അല്ലേ? എന്നാൽ തൻകരവിരുതല്ലോ കണ്ടോ, അത് നമ്മുടെ ട്യൂണിൽ എങ്ങനെ വന്നത്? ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ
കരവേലയേ. കേട്ടോ? വിളംബരം. അപ്പോൾ ഈ മനോഹരമായ സൃഷ്ടി പ്രപഞ്ചം, ഈ മാവും ഈ കവുങ്ങും ഈ തെങ്ങും ആ തെങ്ങിൻ്റെ ഓലകളൊക്കെ ഇങ്ങനെ കർത്താവിനെ സ്തുതിക്കുകയാണ്. വാനവിധാനങ്ങൾ, നക്ഷത്രങ്ങൾ, ഈ മുല്ലപ്പൂവ്, ഈ റോസാപ്പൂക്കൾ, ഇവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്താ കാരണം? തൻകര വിരുതല്ലോ വാനവിധാനങ്ങൾ. അതായത് ദൈവം തന്നെയാണ് ഇവയെ ഇത്ര മനോഹരമായി സൃഷ്ടിച്ചത്. എന്തുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത്? എങ്ങനെയാണ് സൃഷ്ടിച്ചത്? തൻകര വിരുതല്ലോ വചനം. ദൈവം എങ്ങനെയാണ് ഇതിനെല്ലാം സൃഷ്ടിച്ചത്? തൻ്റെ വചനത്തിലൂടെ. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവം, സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടി പ്രവർത്തനത്തിലെ ഏറ്റവും മനോഹാരിതയാണ് ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും. ആ വചനം ആരാ? ആ വചനം യേശു തന്നെയാണ്. അപ്പോൾ എന്തോ ഒരു കവിതാത്മകമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് നമ്മളതിൻ്റെ അവസാനത്തിലേക്ക് പോകാട്ടോ. അതെവിടെ ചെന്ന് അവസാനിക്കണം നോക്കി? നമ്മുടെ പാപത്തിലാണ്. അറിയാതെ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ ക്ഷമിക്കാനൊരു ബുദ്ധിമുട്ടാണ്. സാരമില്ല, അതറിയാതെ ചെയ്തു പോയതാണ്. പക്ഷേ വേറൊരാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതറിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. കണ്ട, അത് അവൻ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, അതുകൊണ്ട് അവനെ കൊടുക്കണം. പക്ഷേ അത് കരുണയല്ല. ദൈവത്തിൻ്റെ കരുണയിൽ ഇത് രണ്ടും ഉൾപ്പെടുന്നു. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന്. കണ്ടോ അവസാനം? ഈ ദാസനെ കാത്തുകൊള്ളണമേ, അവയെന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അടുത്ത്, അപ്പോൾ ഞാൻ, കണ്ടോ, അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും, മഹാപരാധങ്ങളിൽ നിന്നു ഞാൻ വിമുക്തനായിരിക്കും. ഇതൊക്കെ ആരുടെ പ്രവർത്തനമാണ്? കർത്താവ് യേശു മിശിഹായുടെ, വരാനിരിക്കുന്ന രക്ഷകൻ്റെ. അവരന്നേ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു ഇസ്രായേൽ ജനം. ആരാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്? പരിശുദ്ധാത്മാവ്. എന്നിട്ട് ഇതിൻ്റെ അവസാനം എന്താണ് പാടുന്നത്? എൻ്റെ അഭയശിലയും വിമോചകനും ആയ കർത്താവേ. കണ്ടോ, ആരാണത്? കർത്താവ് യേശു മിശിഹ. അപ്പം ഇങ്ങനെ ഓരോ സങ്കീർത്തനത്തിലും ഒളിഞ്ഞിരിക്കുന്ന ഈശോയെ കണ്ടുപിടിക്കണം. അത് കഴിയുമ്പോഴാണ് ഈ സങ്കീർത്തനത്തിൻ്റെ മുഴുവനും അർത്ഥവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാവുള്ളൂ. എല്ലാ സങ്കീർത്തനത്തിലും ഈശോയെ കാണാം. അതാണ് ജനറലായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്ന എല്ലാ സങ്കീർത്തനങ്ങളിലും ഈശോയുണ്ട്. അത് കഴിയുമ്പോഴാണ് ഇത് പാടാൻ നമുക്ക് ഭയങ്കര ആവേശവും, ഇത് നമ്മുടെ ഉള്ളിലങ്ങ്, ഇപ്പോൾ ആ സഹോദരി പറഞ്ഞ മാതിരി ഒരു മെജസ്റ്റി. അപ്പോൾ ഭയങ്കര ഒരു ആനന്ദമാണ്. പിന്നെ മാത്രമല്ല നമ്മളിത് പാടുമ്പോഴെല്ലാം, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഇത് ഇന്ന ആൾ പാടാറുള്ള പാട്ടാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ചില പാട്ടുകളോട് പ്രത്യേക ഒരു സ്നേഹം. ഇത് ഇന്ന ആൾ പാടിയിട്ടുള്ള പാട്ടാണ്, ഇത് അവാർഡ് കിട്ടിയിട്ടുള്ള പാട്ടാണ്, ഇത് ഇന്ന സിനിമയിൽ ഇത്ര മനോഹരമായിട്ട്, അല്ലെങ്കിൽ ഇത് ഇന്ന ധ്യാനഗുരു പാടിയിട്ടുള്ള പാട്ടാണ്. എന്നാൽ ഇത് കർത്താവ് ഈശോ മിശിഹ തന്നെ ചെറുപ്പം മുതൽ 33 വയസ്സ് വരെ കുരിശിൽ കിടക്കുമ്പോഴും പാടിയിട്ടുള്ളതാണ് സങ്കീർത്തനങ്ങൾ. അതിനകത്ത് ഓരോ വാക്കുകളും
പൂർത്തിയാകാൻ കുരിശിൽ കിടക്കുമ്പോഴും ഈശോ നോക്കിയിരിക്കുകയാണ്. കുരിശിൽ കിടക്കുമ്പോൾ ചിന്തിക്കുകയാണ്, അവരെനിക്ക് കയ്പുനീര് തരും. വന്നില്ലല്ലോ, അവൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും കുടിക്കടാ കുടിക്കടാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. ആ വചനം എന്നിൽ പൂർത്തിയായി. ഇത് ഈശോ അനുഭവിക്കാനിരിക്കുന്ന ഈ മൊമെൻ്റ്, ഈ അവർ എനിക്ക് കയ്പുനീര് കുടിപ്പിക്കും എന്ന അത് യേശുവിന് 1000-ലധികം വർഷം മുമ്പ് സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുള്ളത്. ഈശോ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അതൊന്ന് പൂർത്തിയാകട്ടെ, അത് പൂർത്തിയാകട്ടെ. ഒന്ന് നോക്കിയേ, 69-ാം സങ്കീർത്തനത്തിൽ 20-21 അങ്ങനെ അവിടെയാണ്. ഇല്ല 69-ൽ നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ നൈരാശ്യത്തിലാണ്ടു. സഹതപിക്കാൻ ആരെങ്കിലും സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി, ആരും ഉണ്ടായില്ല. ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു, ദാഹത്തിന് അവർ എനിക്ക് വിനാഗിരി തന്നു. ഇത് പൂർത്തിയായോ? അതാണ്. എന്തൊരു ആക്യുറേറ്റില്ലേ! 1000-ലധികം വർഷം മുമ്പ് ഈ സംഭവത്തെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നതും, ഇത് ഇസ്രായേൽ ജനം, അവർക്ക് അന്നറിയില്ല ഇത് എന്നാണ് ആരിലൂടെയാണ് സംഭവിക്കാൻ പോണേന്ന്. പക്ഷേ വലിയ പ്രവാചകർക്കൊക്കെ അറിയാമായിരുന്നിരിക്കാം. പക്ഷേ ഇതെല്ലാ ദിവസവും പാടിയിരുന്ന ഈശോ ഇത് പാടിയിരുന്നപ്പോൾ എന്ത് അനുഭവത്തിൽ, എന്ത് എമോഷനിലായിരിക്കും ഈശോ ഇത് പാടിയിരിക്കുക. എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ കൈകാലിൽ വേദന വരികയാണ്. അവരെൻ്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കും എന്ന് ഈശോ സങ്കീർത്തനത്തിൽ പാടിയിരിക്കുമ്പോൾ ഈശോയ്ക്ക് എന്ത് അനുഭവമായിരുന്നിരിക്കാം? ഈശോയ്ക്ക് ആ കുത്തിത്തുളയ്ക്കുന്ന അനുഭവം ഉണ്ടായിരിക്കാം. അതാണ് 22-ാം സങ്കീർത്തനത്തിൽ 22-ാം സങ്കീർത്തനം എൻ്റെ അസ്ഥികൾ എനിക്ക് 17 എൻ്റെ അസ്ഥികൾ എണ്ണാവുന്ന വിധത്തിലായി. അവർ അത് ശരിക്കും ഈശോയെ ചെമ്മട്ടി കൊണ്ട് അടിച്ചിട്ട് ആ തൊലിയെല്ലാം ചീന്തി, തൊലിയൊന്നും ഇല്ല. അതൊന്നും ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഈശോയെ കാണിക്കാൻ പറ്റില്ല. പൂർണ്ണ നഗ്നനായിട്ടോ തൊലിയൊന്നും ഇല്ലാണ്ടൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഭയങ്കര ഭയന്നു പോകില്ലേ? ഇപ്പോൾ ഈ നമ്മുടെ പാഷൻ വന്നപ്പോൾ തന്നെ പലരും അത് കുട്ടികളെ കാണിക്കരുതെന്ന് പറയണം. ശരിയാണ്, അവർക്ക് അതിൻ്റെ വേറൊരു വശമാണ്. പക്ഷെ എന്നാലും റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. എന്തായിരുന്നു റിയാലിറ്റിയിൽ? എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. അവരെന്നെ തുറിച്ചു നോക്കി, അവരെൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു. കണ്ടോ? അതാണ്. അപ്പോൾ ആ വസ്ത്രം കൊണ്ടുപോയിട്ട് അവരൊന്നും കണ്ടില്ലല്ലോ, അവർ ചിട്ടയിട്ട് എടുത്തു. കണ്ടോ? അപ്പോഴാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, അങ്ങനെ ആ വചനം പൂർത്തിയായിരിക്കുന്നു. കർത്താവേ, അങ്ങ് എനിക്കെതിരായി എൻ്റെ ജീവനവാളി നൽകി. എവിടെ? 15 നോക്കി. എൻ്റെ അണ്ണാക്കോടിൻ്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു. അവിടുന്ന് എന്നെ മരണത്തിൻ്റെ പൂഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു. ഈശോ നായിനെ കുറിച്ച് പറയാറില്ലേ? നായ്ക്കൾ എന്ന് പറയുന്നത് ഒരു വർഗമാണത്. അവരങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ. നായ്ക്കൾക്ക് മക്കൾക്കുള്ളത് നായ്ക്കൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട്. നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു, അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. എന്നെല്ലാവരും പറഞ്ഞ്, അവരെൻ്റെ കൈകാലുകൾ
ആരെക്കുറിച്ചാണത്? പക്ഷെ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതാണത്? നിയർലി 1000 years. അപ്പോൾ ഇങ്ങനെ ഓരോ സങ്കീർത്തനത്തിലും ഈശോയെ കാണണം ആദ്യം. അത് കണ്ടു കഴിഞ്ഞിട്ട് എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് മുകളിലോട്ടും താഴോട്ടും ആ സങ്കീർത്തനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോഴാണ് സങ്കീർത്തനം ഒരു ആസ്വാദ്യകരമാകുന്നത്. അപ്പോൾ എന്ന പോലെ ഈ 19-ാം സങ്കീർത്തനത്തിൽ ഇപ്പോൾ നമ്മൾ ഈശോയെ കണ്ടു. എന്താ കണ്ടത്? അതിൻ്റെ അവസാനത്തെ ആ ലൈനിൽ കണ്ടു ഇല്ലേ? എൻ്റെ ശിലയും വിമോചകനും ആയ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. ഇനി നമുക്ക് വീണ്ടും ഇത് ഇച്ചിരി വിശദമായിട്ട് പറയുകയാണ്. എല്ലാ സങ്കീർത്തനങ്ങളും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ധ്യാനം 9 ദിവസത്തെ ധ്യാനത്തിന് നമ്മൾ ക്രാഷ് ചെയ്യാണ്. പക്ഷേ എന്തോ ആദ്യത്തെ ദിവസം ആയതുകൊണ്ടോ ഈ സങ്കീർത്തനത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നതിൻ്റെ ഒരു ബിഗിനിങ് ആയിട്ടായിരിക്കാം ഇത്ര വിശദമായിട്ട് പോകുന്നത്. അപ്പോൾ ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനമവിടത്തെ കരവേലയെ. അപ്പോൾ ഈ കരവേല എന്ന് പറഞ്ഞാൽ കർത്താവ് ഈശോ മിശിഹായുടെ ജീവിക്കുന്ന വചനത്തിൻ്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം. ഇനി അതിനുശേഷം കവിതാത്മകമായിട്ട് പ്രകൃതിയുടെ രമണീയതയും പ്രകൃതിയുടെ ഒരു റിയാലിറ്റിയുമാണെങ്കിലും അതൊരു കോണ്ടംപ്ലേറ്ററി മണവാളൻ മണവാട്ടി ബന്ധത്തിൻ്റെ ഒരു രഹസ്യത്തിലേക്ക് കൊണ്ടുവരാണ്. അവിടെ 2-3 ചാനലുകളാണ് അതിൽ വരുന്നത്. ഒരിക്കലും